കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ്റെ അമൃതം സഹായനാഥേ കാരുണ്യം പൂന്തണലായി ചൊരിയുമമ്മേ കനിവിൻ്റെ നാഥേ നിറവിൻ്റെ അമ്മേ കനിവിൻ്റെ നാഥേ നിറവിൻ്റെ അമ്മേ മാധ്യസ്ഥ്യം ഞങ്ങൾക്കായി ഏകിടു നീ മാധ്യസ്ഥ്യം ഞങ്ങൾക്കായി ഏകിടു നീ മാതാവേ മാതാവേ നിത്യസഹായ മാതാവേ 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 നിത്യസഹായ മാതാവേ ദൈവത്തിൻ പുത്രൻ ജാതനാകാൻ അകതാരൊരുക്കി നീ കാത്തിരുന്നു ദൈവത്തിൻ പുത്രൻ ജാതനാകാൻ അകതാരൊരുക്കി നീ കാത്തിരുന്നു സഹന വഴികളിൽ സ്നേഹനാളമായി സഹന വഴികളിൽ സ്നേഹനാളമായി കർത്താവിൻ ദാസിയായി മാറിയല്ലോ മാതാവേ മാതാവേ നിത്യസഹായ മാതാവേ 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 നിത്യസഹായ
മാതാവേ. നീതിയാൽ മിന്നുന്ന പൈതലിനെ കരതാരു നൽകി നീ താങ്ങിയല്ലോ. നീതിയാൽ മിന്നുന്ന പൈതലിനെ കരതാരു നൽകി നീ താങ്ങിയല്ലോ. സ്നേഹചുംബനം നൽകി മൂർധാവിൽ, സ്നേഹചുംബനം നൽകി മൂർധാവിൽ എന്നെന്നും പാലിക്കും നാഥയവൾ. അമ്മേ നിത്യസഹായനാഥേ, കാരുണ്യം പൂന്തണലായി ചൊരിയുമമ്മേ. കനിവിൻ്റെ നാഥേ, നിറവിൻ്റെ അമ്മേ, കനിവിൻ്റെ നാഥേ, നിറവിൻ്റെ അമ്മേ, മാധ്യസ്ഥ്യം ഞങ്ങൾക്കായി ഏകിടു നീ, മാധ്യസ്ഥ്യം ഞങ്ങൾക്കായി ഏകിടു നീ. മാതാവേ മാതാവേ, നിത്യസഹായ മാതാവേ, 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 നിത്യസഹായ മാതാവേ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. ദിവികാരണനാഥൻ്റെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ വേദനകളെ, സ്വപ്നങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിലൂടെ സ്വർഗത്തിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നിറയപ്പെടുവാൻ, ദൈവകൃപ കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെല്ലാം നിറയപ്പെടുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ആരാധന. പരിശുദ്ധ അമ്മയെ, ദൈവമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ശുശ്രൂഷകളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. അമ്മ പ്രാർത്ഥിക്കണേ, അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണേ. സകല വിശുദ്ധരെ, വാഴ്ത്തപ്പെട്ടവരെ, ദൈവദാസന്മാരെ, ധന്യരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. അബ്രഹത്തിനും ഇസഹാക്കിനും അവൻ്റെ സന്തതികൾക്കുമായി അവകാശമായി കൊടുത്തിരുന്ന ദൈവമായ കർത്താവ് അവർക്ക് അവകാശമായി കൊടുത്തിരുന്ന കാനാൻ ദേശം അവർ ഉപേക്ഷിച്ച് കളഞ്ഞ് ഈജിപ്തിലെ അടിമത്തത്തിൽ പോയി കഴിയുമ്പോൾ, സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ തമ്പുരാൻ്റെ മുമ്പിൽ കണ്ണീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഭാഗം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വചനങ്ങൾ പറഞ്ഞു വെക്കുക. വചനം എങ്ങനെ പഠിപ്പിക്കുക? ഇസ്രായേൽ ജനം നെടുവീർപ്പെട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. അവിടുന്ന് അവരുടെ ദീനരോദനം ശ്രവിക്കുകയും അബ്രഹത്തോടും ഇസഹാക്കിനോടും അവൻ്റെ സന്തതികളോടുമായി ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. അവിടുന്ന് അവരെ കടാക്ഷിച്ചു. അവിടുന്ന് അവരുടെ ദയനീയാവസ്ഥ ഗ്രഹിച്ചു. തമ്പുരാൻ അവരുടെ നിലവിളി കേട്ട് അവരുടെ കണ്ണീരിന് മുമ്പിൽ സ്വർഗം തുറന്ന് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു. തമ്പുരാൻ അവരുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായി ഇടപെട്ട് ഈജിപ്തിലെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ധനത്തിന് മുമ്പിൽ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഈജിപ്തുകാർക്കെതിരെ 10 മഹാമാരികൾ അയച്ച് അവരെ അവിടുന്ന് മോചിപ്പിച്ച് അവരുടെ കൂടെ സഞ്ചരിച്ച് ചെങ്കടൽ കീറി മുറിച്ച് ഉണങ്ങി വരേണ്ട നിലത്തൂടെ എന്നതുപോലെ അവരെ അതിലൂടെ അപ്പുറേ കടത്തിവിട്ട് അവർ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിസ്തംഭമായും അവരോടൊപ്പം സഞ്ചരിച്ച തമ്പുരാൻ അവർക്ക് വിശന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിച്ചു കൊടുത്തു.
കരിമ്പാറയിൽ നിന്നും ജലം കൊടുത്തു. അവരുടെ ജീവിതങ്ങൾ തമ്പുരാൻ അനുദിനം ഇടപെട്ട് അവരോട് കൂടെ സഞ്ചരിച്ച് നടക്കുമ്പോൾ അവർക്കൊരു കുറവുമില്ലാതെ അവരെ ഇങ്ങനെ ഉള്ളങ്കയിൽ കൊണ്ടു നടക്കുന്ന പോലെ പരിപാലിച്ച് നടന്നിരുന്ന സമയത്ത് പലപ്പോഴും ഇസ്രായേൽ ജനത്തിന് ദൈവത്തിൻ്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ ദൈവം അവരോട് ചേർന്ന് നിൽക്കുന്നതോ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അവർ പലപ്പോഴും ദൈവത്തിനെതിരായി മറുതലിക്കുകയും ദൈവത്തിൻ്റെ പ്രവാചകനായ ഇസ്രായേൽ ജനത്തെ നയിക്കാൻ വേണ്ടി തമ്പുരാൻ ഒരുക്കി മാറ്റി നിർത്തിയിരുന്ന ദൈവത്തിൻ്റെ പ്രവാചകനായ മോശയ്ക്കെതിരെ പിറുപിറുക്കുകയും വിഗ്രഹങ്ങളുണ്ടാക്കി അതിനെ ആരാധിക്കുകയും ചെയ്യുന്ന സമയത്ത് തമ്പുരാൻ തൻ്റെ പ്രിയപ്പെട്ട പ്രവാചകനായ മോശയോട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ഒരു പേടകമുണ്ടാക്കണം. അതിൽ 3 കാര്യങ്ങൾ നിക്ഷേപിക്കണം. 1 അഹറോൻ്റെ തളിർത്ത വടി, 2 ജീവൻ്റെ മന്ന, 3 ദൈവകൽപ്പന. അതായത് തമ്പുരാൻ മാനുഷിക ബുദ്ധിയോടെ ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും മനസ്സിലാകാത്ത വിധം അത്രമാത്രം നിഗൂഢ രഹസ്യങ്ങൾ അടങ്ങിയ സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ 3 സ്വർഗത്തിൻ്റെ അടയാളങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചു. ആ 3 കാര്യങ്ങളും ചേർത്ത് ഈ പേടകത്തിനകത്ത് നിക്ഷേപിക്കാൻ തമ്പുരാൻ പറഞ്ഞു. അതായത് ദൈവ സാന്നിധ്യം എപ്പോഴും ഇസ്രായേൽ ജനം തിരിച്ചറിയാൻ, ദൈവം അവരുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായ രീതിയിൽ ഇടപെട്ട വലിയ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തമ്പുരാൻ അവരോട് പറഞ്ഞു, ഈ പേടകത്തിനകത്ത് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നിക്ഷേപിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, അതായത് ഈ 3 കാര്യങ്ങൾ ചേർത്ത് വെച്ച പേടകത്തിന് വിളിക്കുന്ന പേരാണ് വാഗ്ദാന പേടകം. അതായത് ഇസ്രായേൽ ജനം വഴിതെറ്റി പോകാതിരിക്കാൻ, പരാജയപ്പെട്ടു പോകാതിരിക്കാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും തിരിച്ചറിയാൻ കർത്താവ് അവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചു കൊടുത്തു ഈ വാഗ്ദാനത്തിൻ്റെ പേടകം. അവിടെ മുതൽ ഇസ്രായേൽ ജനം യാത്ര തിരിക്കുമ്പോഴെല്ലാം ഈ വാഗ്ദാന പേടകത്തോട് അവർ ചേർന്ന് ജീവിച്ചപ്പോഴെല്ലാം അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ടിരുന്നു. പരാജയം എന്ത് എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. എത്രമാത്രം വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ വളരെ നിസ്സാരമായിട്ട് അവയെ കീറിമുറിക്കാനും തരണം ചെയ്യാനും അവർക്ക് സാധിച്ചു. അവർ കാനാൻ ദേശത്തേക്ക് അടുത്തുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് കടക്കേണ്ടിയിരുന്ന വലിയൊരു പ്രതിസന്ധിയായിരുന്നു ജോർദാൻ നദി. കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ നദി. ജോർദാൻ നദി കടക്കാൻ അവർ അതിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന ഭാഗം വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുക. ജോഷുവ പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 16-ാമത്തെ വചനം ഇങ്ങനെ പറയുക, ഭൂമി മുഴുവൻ്റെ നാഥനായ കർത്താവിൻ്റെ പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ കാലുകൾ ജോർദാന്റെ ജലത്തെ സ്പർശിച്ചപ്പോൾ ഒഴുക്ക് നിലയ്ക്കുകയും മുകളിൽ നിന്ന് വരുന്ന ജലം ചിറ പോലെ കെട്ടി നിൽക്കുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, അതായത് കരകവിഞ്ഞൊഴുകുന്ന ഈ ജോർദാൻ നദി അപ്പുറേ കടക്കാൻ മാനുഷിക ബുദ്ധിക്ക് പറ്റത്തില്ലാതെ, മനുഷ്യൻ്റെ കഴിവിന് പറ്റത്തില്ലാതെന്ന ഈ സമയത്ത് വാഗ്ദാന പേടകവുമായി ജോർദാൻ നദിയിലെ ജലത്തെ സ്പർശിച്ച ആ സമയം തന്നെ ഇത് കീറി മുറിഞ്ഞ് ഉണങ്ങി വരണ്ട നിലം തെളിഞ്ഞു വന്നു, വഴി തെളിഞ്ഞു വന്നു. അതിലെ അവരക്കര കടന്നു. ഹല്ലേലൂയ. പിന്നെയും മുമ്പോട്ട് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ കാനാൻ ദേശത്തിന് തൊട്ടുമുമ്പ് ജെറീക്കോ കോട്ടകൾ, ഇത് തകർക്കാനോ ഇതിനെ മറികടക്കാനോ പറ്റാത്ത സമയത്ത് ഹെബ്രായർക്കാരുടെ ലേഖനം 11-ാം അധ്യായം 30-ാമത്തെ വചനം പറയുക, അതായത് ഈ പേടകവുമായിട്ട് വിശ്വാസത്തോടെ ഇസ്രായേൽ ജനം 7 ദിവസം 7 പ്രാവശ്യം വലം വെച്ചപ്പോൾ ഇത് നിസ്സാരമായിട്ട് തകർന്നു വീണു. അതായത് ഇത് ധൂളിയായിട്ട് അവിടെ തന്നെ താന്നു വീണു. വചനം അങ്ങനെ പഠിപ്പിക്കുക. അതായത് ഇത് അങ്ങോട്ടും അറിയോ ഇങ്ങോട്ടും അറിയോ അല്ല, അവിടെ തന്നെ തകർന്നു വീണു. അതായത് ഈ വാഗ്ദാന പേടകമായിട്ട് അവർ ജീവിച്ചപ്പോഴെല്ലാം, അതിനോട് ചേർന്ന് ജീവിച്ചപ്പോഴെല്ലാം അവരുടെ ജീവിതത്തിൽ എപ്പോഴും വലിയ വിജയം സംഭവിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, തിരിച്ചറിയണം, അതായത് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പാപത്തിൻ്റെ അടിത്തട്ടിൽ മയങ്ങിക്കഴിഞ്ഞിരുന്ന ദൈവജനം, അതായത് തമ്പുരാൻ അവർക്ക് കൊടുത്ത ഏദൻ തോട്ടം പർദീസ നഷ്ടപ്പെടുത്തി പാപത്തിൽ തകർന്നു കിടന്ന ദൈവജനത്തെ തമ്പുരാൻ ഇങ്ങനെ ഗാഗുൽത്താമലയിൽ തൻ്റെ ശരീരവും രക്തവും ബലിയായി അർപ്പിച്ച് അവിടുന്ന് സ്വർഗരാജ്യം ലക്ഷ്യം ജീവിക്കുന്ന ജീവിതമായി അവരെ യാത്ര തിരിക്കുമ്പോൾ തമ്പുരാൻ അവരുടെ ജീവിതത്തിലേക്ക് ചേർത്തു വെച്ചു കൊടുത്തു ഒരു വാഗ്ദാനത്തിൻ്റെ പേടകം. യോഹന്നാൻ 19:27, ഇതാ നിന്റെ അമ്മ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, അതായത് പരിശുദ്ധ ദൈവമാതാവിനെ പരിശുദ്ധ കത്തോലിക്കാ സഭ വിളിക്കുന്നത് വാഗ്ദാനത്തിൻ്റെ പേടകമെന്ന്. അതായത് തിരിച്ചറിയണം കേട്ടോ. അതായത് ഈ തമ്പുരാൻ തൻ്റെ പീഡാസഹനത്തിനും കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും ശേഷം തൻ്റെ അമ്മയെ നോക്കാൻ ആരുമില്ലല്ലോ എന്നോർത്തുകൊണ്ട് അടുത്ത് നിന്ന് യോഹന്നാൻ്റെ കയ്യിലോ മനുഷ്യരുടെ കയ്യിലേക്ക് വെച്ചു തന്നു എന്ന് വിചാരിക്കരുത്. അതായത് പരിശുദ്ധ അമ്മയെ ദൈവജനത്തിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ തമ്പുരാൻ അറിയാം, അതായത് ഒരു മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തും ആത്മീയ മേഖലയിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും, അല്ലെങ്കിൽ അവൻ ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, അല്ലെങ്കിൽ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിലും, ഏതു മേഖലയിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും, ഏത് ജീവിത അന്തസ്സ് തിരഞ്ഞെടുത്ത വ്യക്തിയാണെങ്കിലും അവൻ്റെ ജീവിതം വിജയിക്കണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും വെളിപ്പെടണം ഒരു ദൈവകൃപ. ഹല്ലേലൂയ.
പ്രിയപ്പെട്ട ദൈവജനമേ, അതായത് ഒരു മനുഷ്യന്റെ മേൽ ദൈവകൃപ വെളിപ്പെടുവാൻ തമ്പുരാൻ കണ്ട ഒരു വഴിയാ പരിശുദ്ധ മാതാവ്. കാരണം ഒരു അന്ധനെ നയിക്കാൻ കഴിയത്തില്ല. അവൻ രണ്ടുപേരും കുഴിയിൽ വീഴും. ഒരു കാഴ്ചയുള്ള വ്യക്തിക്ക് മാത്രമേ മറ്റൊരു കാഴ്ചയില്ലാത്ത വ്യക്തിയെ അവനെ നേരായ വഴിയിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ. ദൈവകൃപ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു മനുഷ്യനെ ദൈവകൃപയിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അമ്മയെ സ്വർഗം പരിചയപ്പെടുത്തിയത് ദൈവകൃപ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവളെ. ലൂക്ക 1:28 ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. പരിശുദ്ധ അമ്മയെ സ്വർഗം ഭൂമിക്ക് വെളിപ്പെടുത്തി കൊടുത്തത്, ദൈവജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തത് ദൈവകൃപ മുഴുവൻ നിറഞ്ഞവളെന്ന്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനെ വിജയിപ്പിക്കണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും വെളിപ്പെടണം ഈ ദൈവകൃപ. അതുകൊണ്ട് ആ മനുഷ്യൻ്റെ ആദം മുതൽ ഇന്നു വരെ ജനിച്ച സകല തലമുറയും ഇനി ജനിക്കാനിരിക്കുന്ന സകല തലമുറയും ചെയ്തതും ഇനി ചെയ്യാനിരിക്കുന്ന സകല പാപങ്ങളുടെയും പരിഹാരമായിട്ട് ദൈവപുത്രൻ ഭൂമിയിൽ വന്ന് അവതരിക്കുമ്പോൾ സ്വർഗത്തു നിന്ന് മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് മനുഷ്യ മക്കളോട് സ്വർഗത്തിൻ്റെ ഒരു ദൂതറിയിച്ചു. ലൂക്ക 2:14 അത്യുന്നതങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, അതായത് വലിയ ഭവനം പണിതിരിക്കുന്നവർക്ക് സമാധാനമെന്നല്ല പറയുന്നത്, നല്ല ജോലിയുള്ളവർക്ക് സമാധാനമെന്നല്ല പറയുന്നത്, നല്ല സ്ഥാനമാനങ്ങളുള്ളവർക്ക് സമാധാനം എന്നല്ല പറയുന്നത്, ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. പ്രിയപ്പെട്ട ദൈവജനമേ, അതായത് ദൈവകൃപ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മാനുഷികതയുടെ മേൽ ദൈവികത വന്ന് നിറയുന്നതിന്റെ പേരാ ദൈവകൃപ. ഈ ദൈവകൃപ നിറയപ്പെടുന്ന വ്യക്തി സാധാരണ ഒരു മനുഷ്യൻ കാണുന്ന പോലെ കാണുകയോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയില്ല. അവന്റെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും പെരുമാറ്റത്തിനും എപ്പോഴും ഒരു വ്യത്യസ്തത വെളിപ്പെടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ദൈവകൃപ വെളിപ്പെടുവാൻ ഏറ്റവും കുറുക്കു വഴിയാണ് പരിശുദ്ധ അമ്മ. ഇതൊരു ആത്മീയ പോരാട്ടമാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് പിശാചുമായിട്ട് നരകവുമായിട്ടുള്ള ഒരു ആത്മീയ പോരാട്ടം. സ്വർഗത്തിലേക്ക് പോകാൻ ദൈവജനത്തിൻ്റെ ദൈവികത കൃപ ചോർത്തി കളയാൻ പിശാച് പ്രലോഭനങ്ങളും കെണികളും തന്ത്രങ്ങളും ഒരുക്കുമ്പോൾ അവയെ തകർത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് ഓടാനുള്ള ഒരു വഴി. ഇത് പ്രിയപ്പെട്ട വെച്ചാൽ നമ്മൾ തനിച്ചല്ല ഈ പോരാട്ടത്തിൽ നമ്മൾ തനിച്ചല്ല. നമുക്ക് മുമ്പേ നമ്മൾ ഓടിയ അതേ ട്രാക്കിലൂടെ വിജയം വരിച്ച ഒരു പറ്റം വിശുദ്ധാത്മാക്കൾ സ്വർഗത്തിലിരുന്ന് നമ്മളോട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഓടി അതേ ട്രാക്കിലൂടെ ഓടി വിജയം വരിച്ചവരാ ഞങ്ങൾ പിടിച്ചിരുന്ന ഈ വാഗ്ദാന പേടകമുണ്ടല്ലോ, ഈ വാഗ്ദാന പേടകത്തെ നിങ്ങൾ ചേർത്ത് പിടിക്കുക. വിശുദ്ധ മദർ തെരേസയുടെ ജീവിത കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കൽക്കട്ടയിലെ തെരുവിൽ ആരുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞിരുന്ന പാവപ്പെട്ട മനുഷ്യരെ, കുഷ്ഠം പിടിച്ച് രോഗപീഠയിലൂടെ കടന്നുപോയവര്, ആരും നോക്കാതെ അറപ്പോടും വെറുപ്പോടും മറ്റു മനുഷ്യര് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന മനുഷ്യ ജന്മങ്ങളെ ഈ മദർ തെരേസ തെരുവിലേക്ക് ഇറങ്ങിയിട്ട് ചെന്ന് അവരെ ചേർത്ത് പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ ഹോമിൽ കൊണ്ട് പരിചരിക്കുമ്പോൾ, അവർക്ക് ആവശ്യമായ മരുന്ന് കൊടുക്കുമ്പോൾ, അവർക്ക് ആവശ്യമായ ഭക്ഷണം കൊടുത്ത് അവരെ പരിപാലിക്കുമ്പോൾ, പലപ്പോഴും മരുന്നില്ലാതെ വരുമ്പോഴും ഭക്ഷണമില്ലാതെ വരുമ്പോഴും തെരുവിലേക്ക് ഭിക്ഷ എടുക്കാനായിട്ട് ഇറങ്ങും. ഹല്ലേലൂയ. അങ്ങനെ ഭിക്ഷ എടുക്കാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരിക്കൽ ഒരു മെഡിക്കൽ സ്റ്റോറുകാരന് മുമ്പിൽ ചെന്നിട്ട് മദർ തെരേസ കൈകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു, സഹോദര, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ മരുന്നില്ല, ഒരല്പം മരുന്ന് തരാവോ എന്ന് ചോദിക്കുമ്പോൾ ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് ഈ മെഡിക്കൽ സ്റ്റോറുകാരൻ മദർ തെരേസയുടെ മുഖത്തേക്ക് കാർക്കിച്ചൊന്നുപ്പി. ഈ തുപ്പലും മുഖത്തേക്ക് വന്ന് വീണപ്പോൾ പുഞ്ചിരിയോടെ മദർ തെരേസ മെഡിക്കൽ സ്റ്റോറുകാരന് പറഞ്ഞു, എനിക്കുള്ളത് കിട്ടിക്കെട്ടോ, ഇനി എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് തരാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, അതായത് ഇത് സാധാരണ ഒരു വ്യക്തിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതായത് കാർക്കിച്ച് വീണ തുപ്പല് മുഖത്തേക്ക് വന്ന് വീണുമ്പോൾ ഇത് മുല്ലപ്പൂ മുട്ടുകളാണ് എന്ന് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു അഭിഷേകം ഇത് മനുഷ്യനെ കൊണ്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ പറയണമെങ്കിൽ അവൻ്റെ മേൽ വെളിപ്പെടണം ദൈവകൃപ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ മാതാവിനെ കൂട്ടുപിടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സഹനങ്ങൾ ഉണ്ടാകുമ്പോഴും, എത്രമാത്രം വേദനകൾ ഉണ്ടാകുമ്പോഴും, എത്രമാത്രം തിക്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ പറ്റുന്നൊരവസ്ഥ. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുമ്പോൾ, നമ്മൾ അധ്വാനിക്കുമ്പോൾ, ഒരിക്കൽ പോലും ഒരു നല്ല വാക്കോ ഒരു വിലയോ കിട്ടാതെ വരുമ്പോൾ, സമൂഹത്തിൽ കയറി നമ്മളിങ്ങനെ ഓടുമ്പോൾ, സഭയ്ക്ക് വേണ്ടി നമ്മൾ ഓടുമ്പോൾ, പലപ്പോഴും നമ്മുടെ നല്ല കാര്യങ്ങളോ നല്ല പ്രവൃത്തികളോ കാണാതെ ഇങ്ങനെ പരിഹാസങ്ങൾ ഏറ്റ് നമ്മൾ ജീവിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ദൈവജനമേ, തകർന്നു പോകാതിരിക്കാൻ പുഞ്ചിരിയോടെ ഇത് മുഴുവൻ സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ അവൻ്റെ മേൽ വെളിപ്പെടണം ദൈവകൃപ. ഇത് വിശുദ്ധരിൽ നിറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധര് കൂട്ടുപിടിച്ചതുപോലെ പരിശുദ്ധ അമ്മയെ നമ്മുടെ ചങ്കോട് ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങും വിശുദ്ധരിൽ വെളിപ്പെട്ട ദൈവകൃപ.
ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, നടപടി പുസ്തകത്തിൽ ഇങ്ങനെ കാണുക, അതായത് ചുറ്റും നിന്ന് സാവൂളും അനുചരന്മാരും പരിശുദ്ധ കത്തോലിക്കാ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ, പരിശുദ്ധ കത്തോലിക്കാ സഭയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ സ്തേഫാനോസിനെ മൃഗീയമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു ഭാഗം നടപടി പുസ്തകത്തിൽ 6-ാം അധ്യായം അതിൻ്റെ 55 മുതൽ 60 വരെ വചനങ്ങൾ ഇങ്ങനെ കാണുക. വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുക, അതായത് സാവൂളും അനുചരന്മാരും സ്തേഫാനോസിന്റെ മേലത്ത് കല്ലുപിറക്കി എറിയുമ്പോൾ, താടിമീശ വലിച്ചു പെറിക്കുമ്പോൾ, വസ്ത്രങ്ങൾ വലിച്ചു കീറുമ്പോൾ, പൂഴിമാരി അവൻ്റെ മുഖത്തേക്കൊക്കെ എറിയുമ്പോൾ, മുറിവുകളിലേക്ക് വാരി എറിയുമ്പോൾ പുഞ്ചിരിയോടെ സ്തേഫാനോസ് പറയുന്ന ഒരു വചനമുണ്ട് നടപടി പുസ്തകത്തിൽ 6-ാം അധ്യായം 56-ാമത്തെ വചനം ഇങ്ങനെ പറയുക, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, അതായത് അലർച്ചയോടെ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഈ സ്തേഫാനോസിനും സാവൂളും അനുചരന്മാരും നിൽക്കുമ്പോൾ അതൊന്നും കാണാതെ സ്വർഗത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് അവിടുത്തെ സ്വർഗത്തിൻ്റെ മഹത്വം ദർശിക്കണമെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണം ഒരു ദൈവകൃപ. എത്രമാത്രം സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പുഞ്ചിരിയോടെ അതിനെയെല്ലാം സ്വീകരിക്കാൻ പറ്റുന്ന അവസ്ഥ. രക്തസാക്ഷികളെല്ലാം പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പീഡനമേറ്റ കാലഘട്ടങ്ങളിൽ അവരെല്ലാം ഇങ്ങനെ ചുമ്മാ കൂളായിട്ട് നിന്ന് കഴുത്ത് നീട്ടിക്കൊടുത്തു, കയ്യും പിരിച്ച് അവരുടെ കഴുത്ത് വെട്ടാനായിട്ട് അവർ നിന്നുകൊടുത്തു. ഹല്ലേലൂയ. ഇതൊരു മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ലെന്നേ, ഒരിക്കലും മാനുഷിക ബുദ്ധിയോടെ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ നിന്നും പുറപ്പെടണം ദൈവകൃപ, ദൈവികമായി കാണാൻ പറ്റുന്ന അവസ്ഥ. 2013 സിറിയയിൽ 21 ചെറുപ്പക്കാരെ കൊണ്ട് കടൽ തീരത്ത് കൊണ്ട് മുട്ടുകുത്തിർത്തിയിട്ട് അതിനകത്ത് 7 പേരുടെ കഴുത്ത് കണ്ടിച്ചിട്ട് ബാക്കി 14 പേരോട് വിശ്വാസം ഉപേക്ഷിച്ച് പൊക്കോളാൻ പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ 14 പേരും പതറിപ്പോകാതെ കരങ്ങൾ വിരിച്ച് കഴുത്ത് നീട്ടി കൊടുത്തു, ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ തള്ളി പറയത്തില്ല, ഞങ്ങളുടെ കഴുത്ത് വേണേ വെട്ടിക്കോ. ഇത് വളരെ നിസ്സാരമായിട്ട് കാണരുത് കേട്ടോ. അതുവരെ കൂടത്തിലുണ്ടായിരുന്നവരെ, ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ച് ഒന്നിച്ച് കിടന്നുറങ്ങിയവര്, അതിൽ 7 പേരിങ്ങനെ കഴുത്ത് കണ്ടിച്ച് കൺമുമ്പിൽ പിടയുമ്പോൾ, രക്തം ചീറ്റി ഒഴുകുമ്പോഴും പുഞ്ചിരിയോടെ തൻ്റെ കഴുത്ത് കണ്ടിച്ചു കൊടുക്കാനായിട്ട് വിട്ടുകൊടുക്കാൻ പറ്റുന്ന ഒരു അഭിഷേകം. ഈ അഭിഷേകത്തിൻ്റെ പേരാ ദൈവകൃപ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ദൈവകൃപ നമ്മുടെ മേൽ വെളിപ്പെടുവാൻ ഏറ്റവും കുറുക്കു വഴിയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ ദൈവമാതാവിനെ കൂട്ടുപിടിക്കുമ്പോൾ ദൈവകൃപ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ പരിശുദ്ധ അമ്മയെ നമ്മുടെ ചങ്കോട്, അതായത് ദൈവം തന്നിരിക്കുന്ന വാഗ്ദാന പേടകത്തെ നമ്മുടെ ചങ്കോട് ചേർത്ത് പിടിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപ വെളിപ്പെടാൻ തുടങ്ങും. നമ്മുടെ ചിന്തകളും ബുദ്ധിയും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ സകല ജീവിതത്തിൻ്റെ മേലും ഒരു ദൈവികത വെളിപ്പെടാൻ തുടങ്ങും. പ്രിയപ്പെട്ട ദൈവജനമേ, തിരിച്ചറിയണം കേട്ടോ. അതായത് വിശുദ്ധ മദർ തെരേസ ഈ മെഡിക്കൽ സ്റ്റോറുകാരന് മുമ്പിൽ നിന്ന് പുഞ്ചിരിയോടെ എനിക്കുള്ളത് കിട്ടികെട്ടോ, ഇനി എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് തരാമോ എന്ന് ചോദിക്കുമ്പോൾ കഠിന ഹൃദയനായ ഈ മെഡിക്കൽ സ്റ്റോറുകാരൻ്റെ ഹൃദയമലിഞ്ഞു. ശക്തമായ മാനസാന്തരം ആ നിമിഷം അവിടെ സംഭവിച്ചു. തിരിച്ചറിയണം കേട്ടോ. വളരെ നിസ്സാരമായിട്ട് നമ്മളിത് കാണരുത്. അതായത് ഭിക്ഷ ചോദിച്ച് മുമ്പിൽ കൈനീട്ടി വരുന്ന ഒരു വ്യക്തിയെ അവരുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പണമെങ്കിൽ സാധാരണ ഒരു മനുഷ്യനായിരിക്കത്തില്ല. അത്രമാത്രം കഠിന ഹൃദയനെ പറ്റത്തുള്ളൂ. അത്രമാത്രം കഠിന ഹൃദയനായിരുന്ന ഈ മെഡിക്കൽ സ്റ്റോറുകാരനോട് മദർ തെരേസ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, സഹോദര എനിക്കുള്ളത് കിട്ടികെട്ടോ, ഇനി എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഈ ദൈവകൃപ നിറഞ്ഞു നിന്ന ഈ മദർ തെരേസയുടെ ഒറ്റ വാക്കിന് മുമ്പിൽ ഈ മെഡിക്കൽ സ്റ്റോറുകാരൻ്റെ ഹൃദയമലിഞ്ഞു. ശക്തമായ മാനസാന്തരം ഉണ്ടായി. മദർ തെരേസയോട് മെഡിക്കൽ സ്റ്റോറുകാരൻ പറഞ്ഞു, മദറെ നിങ്ങൾ പോകരുത് കേട്ടോ, അവിടെ നിൽക്ക്. മെഡിക്കൽ സ്റ്റോറുകാരൻ അകത്തേക്ക് ചെന്നു. ഒറ്റ ബോക്സ് മരുന്നെടുത്തുകൊണ്ട് മദർ തെരേസയുടെ മുമ്പിലേക്ക് കൊടുത്തു. മദറെ നിങ്ങൾ ആവശ്യമുള്ളപ്പോഴല്ല ഇവിടെ വരണം. പ്രിയപ്പെട്ട ദൈവനെ തിരിച്ചറിഞ്ഞോണം കേട്ടോ. അതായത് അത്രമാത്രം കഠിന ഹൃദയനെ മാനസാന്തരപ്പെടുവാൻ ഈ ദൈവകൃപ നിറഞ്ഞ വ്യക്തിയുടെ ഒരു വാക്കിന് സാധിച്ചെങ്കിൽ തിരിച്ചറിയണം. നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് വിശുദ്ധീകരിക്കാൻ, നമ്മുടെ ജീവിത പങ്കാളിയെ വിശുദ്ധീകരിക്കാൻ, നമ്മുടെ മക്കളെ വിശുദ്ധീകരിക്കാൻ, നമ്മുടെ സമൂഹത്തെ വിശുദ്ധീകരിക്കാൻ ദൈവകൃപ എൻ്റെ മേൽ വെളിപ്പെട്ടാൽ വളരെ നിസ്സാരമായിട്ട് സാധിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, തിരിച്ചറിഞ്ഞണം കേട്ടോ. ഈ ദൈവകൃപ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് പരിശുദ്ധയമ്മയെ കൂട്ടുപിടിച്ച് ജീവിച്ചു. പ്രിയപ്പെട്ട ദൈവജനമേ, ജീവിതം ഒരു വിജയം. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ മാതാവ് മെഡ്ജുഗോരിയായാലും യൂഗോസ്ലാവിയയിലും ഫോണ്ടിനെല്ലിയിലും ലൂർദിലും ഫാത്തിമയിലും കാണ്ടിലുപ്പായാലും റോസാമിസ്റ്റിക്കായാലും തുടങ്ങി ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ കണ്ണുനീരും രക്തക്കണ്ണീരുമായിട്ട് പ്രത്യക്ഷപ്പെട്ട് മനുഷ്യ മക്കളോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, മക്കളെ നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്ക്. പരിശുദ്ധ മാതാവ് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്ക്. പ്രിയപ്പെട്ട ദൈവം എന്തുകൊണ്ടാണെന്നറിയാവോ? ഈ ജപമാലയുടെ പവർ എന്ന് പറയുന്നത് ഒരു മനുഷിക ബുദ്ധിയോടെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല.
അത്രമാത്രം നിഗൂഢ രഹസ്യങ്ങളും ശക്തിയുമാണ് ഈ പ്രാർത്ഥന. അതായത് പിശാചിനെ തകർത്ത് കളയാൻ, അതായത് പിശാച് ഒരുക്കുന്ന തന്ത്രങ്ങളെ തകർത്ത് കളയാൻ ഏറ്റവും വലിയ ശക്തമായ ആയുധം, നമുക്ക് മുമ്പേ ഓടി വിജയകിരീടം ചീടിയ വിശുദ്ധന്മാരെ ചേർത്ത് പിടിച്ച ഈ ശക്തമായ ആയുധം, തിന്മയെ തകർത്ത് കളയുന്ന ഈ ആയുധം, ഇത് കയ്യിലെടുക്കാൻ പരിശുദ്ധ അമ്മ പറയുക. പ്രിയപ്പെട്ട ദിവസമേ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ തൊടാൻ ഒരു തിന്മയ്ക്കും പറ്റത്തില്ല. ഹല്ലേലൂയ. ഒരു തിന്മയ്ക്കും പറ്റത്തില്ല. പ്രിയപ്പെട്ട ദൈവമേ, അതായത് ജപമാല ചെല്ലുന്നത് മുടക്കാൻ തിന്മ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉറക്കം വരുന്ന അസ്വസ്ഥതകൾ കടന്നു വരും, പലവിചാര ചിന്തകൾ വരും. ജപമാല ചെല്ലാൻ ഇവൻ തടസ്സമുണ്ടായിക്കൊണ്ടിരിക്കും. തിരിച്ചു വരണം കേട്ടോ, അത്രമാത്രം പവർ ഇവൻ്റെ തല തകർക്കുമെന്ന് ഉറച്ച ബോധ്യമുള്ളതുകൊണ്ട് ഇവൻ ഇങ്ങനത്തെ ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടിടും. ഈ ജപമാല പ്രാർത്ഥനയെ പറ്റി പലരും വളരെ പരിഹാസത്തോടെ പറയാറുണ്ട്, ഇത് പരിശുദ്ധ മാതാവിനോടുള്ള ഒരു പ്രാർത്ഥനയാണ്, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനാണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നതെന്ന് പലരും വളരെ പുച്ഛത്തോടെ പരിഹാസത്തോടെ പറഞ്ഞു പോകുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമേ, ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത് ഇത് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന മാത്രമല്ല, മറിച്ച് ഇത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥനയാണ്. തിരിച്ചറിയണം കേട്ടോ, ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്ന 2 വചനങ്ങൾ കൂട്ടിവെച്ചതാ. ലൂക്ക 1:28-43, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഇത് ദൈവവചനമാണ്. അതായത് ഒരു മനുഷ്യൻ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ പോലും അറിയാതെ അവൻ്റെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. തിരിച്ചറിയണം, അതായത് ദൈവവചനം എന്ന് പറയുന്നത് യോഹന്നാൻ 1:1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രിയപ്പെട്ട ദൈവവചനമേ, അതായത് ഈ ജപമാല പ്രാർത്ഥന ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥന, വചനം തന്നെയായ ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥനയാണ് ഈ ജപമാല പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഭാഗം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവവചനം, ഈ ജപമാല പ്രാർത്ഥന ചൊല്ലുമ്പോൾ എത്രമാത്രം കഠിന ഹൃദയനാണെങ്കിലും അവൻ പോലും അറിയാതെ അവൻ്റെ ഉള്ളിൽ ശക്തമായ ഒരു മാനസാന്തരം സംഭവിക്കും. അവൻ്റെ നാവിലൂടെ ജപമാലകൾ ഇങ്ങനെ ഒഴുകുമ്പോൾ അവൻ പോലും അറിയാതെ അവൻ്റെ ഹൃദയത്തിൽ നിന്നും നാവിൽ നിന്നും അധരങ്ങളിൽ നിന്നും ദൈവവചനം അവൻ പോലും അറിയാതെ പുറപ്പെടുമ്പോൾ അവനറിയാതെ അവൻ്റെ ഉള്ളിൽ ശക്തമായ മാനസാന്തരങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമേ, അതായത് തിരിച്ചറിയണം, എത്രമാത്രം കഠിന പാപികളാണെങ്കിലും 4 ദിവസം 5 ദിവസം കർത്താവിൻ്റെ വചന കൂടാരത്തിൽ പോയിരുന്ന് ദൈവവചനം ശ്രവിക്കുമ്പോൾ കാതിലൂടെ കേട്ട് മറുകാതിലൂടെ ഇറങ്ങിപ്പോകുമ്പോൾ പോലും അവനറിയാതെ അവൻ്റെ ജീവിതത്തിൽ ശക്തമായ രൂപാന്തരണം, മാനസാന്തരങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. തിരിച്ചറിയണം, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 29-ാമത്തെ വചനം, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. അതായത് എത്രമാത്രം കഠിന ഹൃദയനാണെങ്കിലും കർത്താവിൻ്റെ വചനം കടന്നു ചെല്ലുമ്പോൾ പാറ പോലെ ഉറഞ്ഞുകൂടി കിടക്കുന്ന അവൻ്റെ അവസ്ഥകൾ തകർന്നു വീഴും, മാംസളമാകും. അതായത് തിരിച്ചറിയണം, അവൻ്റെ ഉള്ളിൽ ശക്തമായ മാനസാന്തര അനുഭവങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമേ, തലമുറയോട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്, മക്കളെ നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക കേട്ടോ, നിങ്ങൾ വഴിതെറ്റി പോകാതിരിക്കാൻ, തകർന്നു പോകാതിരിക്കാൻ മക്കളെ നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമേ, മക്കൾ ജപമാല ചെല്ലാൻ തുടങ്ങിയോ അവരെ പറ്റി പിന്നെ നമ്മൾ പേടിക്കണ്ട. ജപമാല ചെല്ലുന്ന മക്കളുണ്ടോ അവരെ പറ്റി നമ്മൾ പേടിക്കണ്ട. അതായത് അവരുടെ ജീവിതത്തിൽ ചുറ്റും ശക്തമായൊരു കോട്ടയായിരിക്കും ഈ ജപമാല പ്രാർത്ഥന. എത്രമാത്രം അകലേക്ക് മക്കളെ ജോലിക്ക് പറഞ്ഞു വിടുമ്പോഴും പ്രിയപ്പെട്ട ദൈവമേ, പാപകരമായ സാഹചര്യങ്ങളിൽ, അപകടകരമായ സാഹചര്യങ്ങളിൽ മക്കൾ ജോലി ചെയ്യുമ്പോഴും കുടുംബത്തിലിരുന്ന അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടോ, ഒരു തിന്മയും ഒരു അപകടവും അവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കില്ല. അത്ഭുതകരമായ ഒരു പ്രൊട്ടക്ഷൻ ഈ പ്രാർത്ഥനയ്ക്കുള്ളിലുണ്ട്. ഈ പ്രാർത്ഥനയുടെ പ്രൊട്ടക്ഷൻ അവരുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയപ്പെടും. അവർ പോലും അറിയാതെ കർത്താവിൻ്റെ ഒരു സംരക്ഷണം അവരുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയപ്പെടും. തിരിച്ചറിയണം പ്രിയപ്പെട്ട ദൈവമേ, അതായത് നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ജപമാല പ്രാർത്ഥന ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യൻ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. സ്വർഗം തുറന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ വരും. ഈ ആത്മീയ പോരാട്ടത്തിൽ തകർന്നു പോകാതെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതങ്ങൾ എപ്പോഴും സ്വർഗരാജ്യം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ജീവിതങ്ങളായി മാറും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുണ്യങ്ങൾ പുറപ്പെടാൻ തുടങ്ങും. നമുക്കും കൂട്ടുപിടിക്കാം, വിശുദ്ധർ കൂട്ടുപിടിച്ചതുപോലെ ഈ വാഗ്ദാന പേടകത്തെ ചങ്കോട് ചേർത്ത് പിടിച്ച് സ്വർഗരാജ്യം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ജീവിതമായി മാറുവാൻ നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് നമുക്ക് ഈ ആത്മീയ പോരാട്ടത്തിൽ വിജയിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം.